ചന്ദ്രഗ്രഹണം വരുന്നു മാർച്ച് 3-നാണ്. സൂര്യഗ്രഹണം വന്നപ്പോൾ നമ്മൾ കുറച്ച് പറഞ്ഞിരുന്നു. അതുപോലെയൊക്കെ തന്നെയാണ് സംഭവിച്ചത്. ആരോഗ്യരംഗത്ത് എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നു. ഈ വരുന്ന ചന്ദ്രഗ്രഹണം ബ്ലഡ് മൂൺ ആണ്. നല്ല ചുവന്ന ചന്ദ്രൻ. ഈ 3 ദിവസത്തെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ശുക്രൻ രാശി മാറുന്നു. ചന്ദ്രൻ ഗണ്ഡാന്ത യോഗത്തിൽ ആയിരിക്കും അപ്പോൾ. അതുവരെ ശുക്രനെ നിയന്ത്രിക്കുക പാപഗ്രസ്ത ബുധനായിരിക്കും. അപ്പോൾ ബുധനും പാപനായിരിക്കും. അങ്ങനെയുള്ളത് നല്ല രീതിയിലുള്ള ചിന്തയൊന്നും നൽകാൻ സാധ്യതയില്ല. അതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയാറ് ഇങ്ങനെയൊക്കെ ഗ്രഹസ്ഥിതി ഉള്ളപ്പോൾ വെള്ളത്തിനടുക്ക് പോകാതിരിക്കുക, വണ്ടിയൊക്കെ ഓടിക്കുമ്പോൾ സൂക്ഷിക്കുക എന്നൊക്കെ പറയാറുണ്ട്. ആര് കേൾക്കാൻ. ഗ്രഹസ്ഥിതികൾ അനുസരിച്ച് തന്നെയാണ് എല്ലാം സംഭവിച്ചത്. പ്രത്യേകം ഓർക്കണം, ഈ ചന്ദ്രഗ്രഹണം ദൃശ്യമാകുന്ന രാജ്യങ്ങൾ അമേരിക്ക, ഈസ്റ്റ് ഏഷ്യ, ഓസ്ട്രേലിയ, പസഫിക് ഇവിടങ്ങളിലാണ്. അപ്പോൾ ഈ പ്രശ്നം ഉണ്ടാകുന്നതും ഇതുമായിട്ട് സംബന്ധിച്ച സ്ഥലങ്ങളിൽ തന്നെയല്ലേ. ഓസ്ട്രേലിയയും പസഫിക്കും ഒഴിച്ച് ബാക്കി ഈസ്റ്റ് ഏഷ്യയും അമേരിക്കയിലും ഒക്കെ അവരൊക്കെ തമ്മിലല്ലേ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അത് നമ്മൾ ചിന്തിക്കും. നാളെയൊക്കെ ഈ ആക്രമണത്തിന്റെ തീവ്രത വളരെയധികം, പ്രത്യേകിച്ച് വലിയ വലിയ കെട്ടിടങ്ങളാണ് സൂക്ഷിക്കേണ്ടത്. വളരെയധികം കൂടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഭൂകമ്പങ്ങൾക്കുമുള്ള സാധ്യതയുണ്ട്. കുചൻ 4-ാം ഭാവത്തെ നോക്കുന്നത് കൊണ്ട് രാശി ദൃഷ്ടി. ശനി കേന്ദ്രത്തിൽ സൂര്യനോടൊപ്പം അല്ലേ. അതുപോലെ പിന്നെ പാപഗ്രസ്തനായ ബുധൻ കൂടെയുണ്ട്. രാഹുവിന്റെ കൂടെ വരുമ്പോഴാണ് കൂടുതൽ കുഴപ്പം. ഇതെല്ലാം കൂടെ ഒത്തു വന്നപ്പോഴത്തേക്ക് വളരെയധികം ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു ഗ്രഹസ്ഥിതിയാണ്. അതിന്റെ കൂട്ടത്തിൽ ലോകം കാളസർപ്പ യോഗത്തിലോട്ട് കടക്കുകയാണ്. ആ കാളസർപ്പ യോഗം വരുമ്പോൾ ഇച്ചിരി ആശ്വാസം കിട്ടുമായിരിക്കും. നോക്കാം, നമുക്കത് എങ്ങനെയാണെന്ന് അതിന്റെ ഒന്നും അറിയത്തില്ലല്ലോ. അപ്പൊ നോക്കി പഠിക്കാം. ചിലരുടെ വാശി കാരണം മറ്റുള്ളവരാണ് ദുരിതം അനുഭവിക്കുന്നത് അല്ലേ. അത് നല്ല ബുദ്ധി അവർക്ക് കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഗ്രഹണം കാണാനാണെന്നും പറഞ്ഞ് പുറത്തൊന്നും ഇറങ്ങി നടക്കാതിരിക്കുക. ഗവൺമെന്റ് പറയുന്ന കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ പാലിക്കുക. അതായത് കുച്ചനുമായിട്ട് ബന്ധപ്പെട്ട, അതായത് പ്രതിരോധ മേഖലയിലും ആശുപത്രിയിലും എല്ലാം പ്രവർത്തിക്കുന്നവർ വളരെയധികം സൂക്ഷിക്കേണ്ട സമയമാണ്. അതുപോലെ വലിയ വലിയ കെട്ടിടങ്ങളിൽ താമസിക്കുന്നവരും മനുഷ്യന്റെ മനസ്സ് ക്രൂരമായിട്ട് പെരുമാറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ മനോനിയന്ത്രണം വളരെയധികം ആവശ്യമാണ്. യുദ്ധം കാണുമ്പോൾ ഭയപ്പെടാതെ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. വരുന്ന ആപത്തുകളെല്ലാം ഒഴിഞ്ഞു പോകും. മൃത്യുഞ്ജയ മന്ത്രമൊക്കെ ചൊല്ലുക. എത്രയും കഴിയുന്നത്രയും ഭഗവാനോട് പ്രാർത്ഥിക്കുക. നാഗദൈവങ്ങളുടെ പൂജയൊക്കെ നല്ലതാണ്. ഭഗവാന്റെ ഭക്തന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഭക്തന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു.